നേർവീതി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവയ്ക്കുന്നു. ശ്രദ്ധിച്ചാലും. നിങ്ങൾക്ക് കഷ്ടമുണ്ടാകും. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യോഹന്നാൻ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 33-ാം വാക്യം, അതുപോലെ 16-1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. നിങ്ങൾക്ക് എന്നിൽ സമാധാനം ഉണ്ടാകേണ്ടതിന് ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ടെങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. നിങ്ങൾ ഇടറിപ്പോകാതിരിപ്പാൻ ഞാനിത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. അവർ നിങ്ങളെ പള്ളിഭ്രഷ്ടരാക്കും. അത്രയുമല്ല, നിങ്ങളെ കൊല്ലുന്നവനെല്ലാം ദൈവത്തിന് വഴിപാട് കൊടുക്കുന്നു എന്ന് വിചാരിക്കുന്ന നാഴിക വരുന്നു. അവർ പിതാവിനെയും എന്നെയും അറിയായതുകൊണ്ട് ഇങ്ങനെ ചെയ്യും. എൻ്റെ നാഴിക വരുമ്പോൾ ഞാനിത് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു ഉണ്ടെന്ന് നിങ്ങൾ ഓർക്കേണ്ടതിന് ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. കർത്താവായ യേശുക്രിസ്തു മനുഷ്യവർഗത്തിനു വേണ്ടി മരിക്കുകയും അടക്കപ്പെടുകയും ഉയർത്തെഴുന്നേൽക്കുകയും സ്വർഗാരോഹണം ചെയ്ത് പിതാവിൻ്റെ വലത്തുഭാഗത്ത് മധ്യസ്ഥനായി അല്ലെങ്കിൽ പക്ഷപാതം ചെയ്യാൻ പോവുകയും ചെയ്യും. നിങ്ങൾ ശിഷ്യന്മാർ സുവിശേഷം പ്രസംഗിക്കുകയും ആളുകൾ യേശുവിനെ വിശ്വസിക്കുകയും ചെയ്യും. പരിശുദ്ധാത്മാവ് വന്ന് അതാണല്ലോ പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ച് ലോകത്തിന് ബോധം വരുത്തും. അങ്ങനെ ബോധമുണ്ടായി യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്ന ആളുകൾക്ക് പരവതാനിയല്ല ഇവിടെ കിട്ടുക. ഞങ്ങൾക്ക് അബദ്ധം പറ്റി, ഞങ്ങൾ യേശുവിനെ ഒറ്റിക്കൊടുത്തു, ഞങ്ങൾ യേശുവിനെ തള്ളിപ്പറഞ്ഞു, ഞങ്ങൾ ചതിച്ചു. പക്ഷേ ഈ ശിഷ്യന്മാർക്ക് തെറ്റുപറ്റിയില്ല, യേശു മശീഹയായിരുന്നു എന്ന് മഹാപുരോഹിതന്മാരാകട്ടെ, പരീശന്മാരാകട്ടെ, ശാസ്ത്രിമാരാകട്ടെ അവരാരും വിശ്വസിക്കാൻ തയ്യാറായില്ല. എന്ന് മാത്രമല്ല, യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച ആളുകളെ ഉപദ്രവിക്കുവാൻ എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ അതാണ് അവർ ചെയ്യാനിടയായത്. യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച ആളുകളെ തടവിലാക്കുക, സുവിശേഷം പ്രസംഗിക്കുന്ന ആളുകളെ തടവിലാക്കുക, അവരെ അടിക്കുക, അവരെ പള്ളിഭ്രഷ്ടരാക്കുക, അവരെ കൊല്ലുക, ഇതൊക്കെയാണ് ആദ്യ നൂറ്റാണ്ടിൽ ഉണ്ടായിക്കൊണ്ടിരുന്നത്. മഹാപുരോഹിതന്മാർ അതിന് അധികാരപത്രം നൽകുകയാണ്. ശിഷ്യന്മാരെ പിടിച്ചു കെട്ടാനായിട്ട് ചില ആളുകൾ പോവുകയാണ്. അവരെ ചമ്മട്ടി കൊണ്ട് അടിക്കുകയാണ്. അവരെ നാടുകടത്താൻ ശ്രമിക്കുകയാണ്. ഇതൊക്കെയാണ് ആദ്യം ഉണ്ടായത്. യേശു പറഞ്ഞു, എല്ലാ കാലത്തും അതുണ്ടാകും. എല്ലാ സ്ഥലത്തും ഒരേ സമയത്തായിരിക്കുകയില്ല എന്ന് മാത്രം. 21 നൂറ്റാണ്ട് ആയിട്ടും ആളുകൾക്ക് ബോധമായിട്ടില്ല. യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച് ബൈബിൾ വായിക്കുന്ന ഒരൊറ്റ കാര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ലോകത്തിലെ ഒരുപാട് രാജ്യങ്ങളിൽ, നോർത്ത് കൊറിയ, സിറിയ, അഫ്ഗാനിസ്ഥാൻ, അതുപോലെ സൊമാലിയ, സുഡാന്, ഗൾഫ് രാജ്യങ്ങൾ, പാകിസ്ഥാൻ, ഇന്ത്യ, ഇങ്ങനെയുള്ള ഒരുപാട് രാജ്യങ്ങളിൽ യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുന്ന, യേശുവിനോട് പ്രാർത്ഥിക്കുന്ന ഒരൊറ്റ കാര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ മദ്യപിക്കുന്നില്ല, മയക്കുമരുന്ന് ഉപയോഗിക്കുന്നില്ല, അവർ രാജ്യത്തിനെതിരായിട്ട് പ്രക്ഷോഭം നടത്തുന്നില്ല. അവർ മാതൃകാ കുടുംബജീവിതം നയിക്കുന്നു, മാതൃകാ സാമൂഹ്യ ജീവിതം നയിക്കുന്നു. അവർ ബൈബിൾ അനുസരിച്ച് ആരാധിക്കുന്നു എന്നുള്ള ഒരൊറ്റ തെറ്റേ അവർ ചെയ്യുന്നുള്ളൂ. ആ ഒരു കാര്യം സമൂഹത്തിന് അല്ലെങ്കിൽ രാജ്യത്തിന് തെറ്റായി തോന്നുകയാണ്. ഭരണാധികാരികൾക്ക്, മതക്കാർക്ക് തെറ്റായി തോന്നുകയാണ്. യേശു പറഞ്ഞു, അതുണ്ടാകും. നിങ്ങളുടെ വീട്ടുകാർ തന്നെ നിങ്ങളുടെ ശത്രുക്കളാകും എന്ന് യേശു പറഞ്ഞു. അവർ നിങ്ങളെ ചതിക്കും, നിങ്ങളെ കൊല്ലുന്നത് നമ്മളിപ്പോൾ വായിച്ചു. ദൈവത്തിന് വഴിപാട് കഴിക്കുന്നതായിട്ട് തോന്നുന്ന കാലമുണ്ടാകും, അല്ലെ അങ്ങനെയുള്ള ആളുകൾ ഉണ്ടാകും. പ്രിയപ്പെട്ടവർ, യേശുവിനെ ഇവിടെ ലഭിച്ചത് നിന്നെ അപമാനവും ഉപദ്രവമായിരുന്നെങ്കിൽ തന്നെ രക്ഷകനായി സ്വീകരിക്കുന്നവർക്കും അതല്ലാതെ പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല. യേശു അത് ആവർത്തിച്ച് പറഞ്ഞിരുന്നു.
തൻ്റെ ക്രൂശെടുത്ത് തന്നെ നിങ്ങൾ അനുഗമിക്കണമെന്ന് പറഞ്ഞത് കഴുത്തിലൊരു കുരിശുരൂപം തൂക്കാനല്ല, മറിച്ച് കുരിശെന്ന് പറയുന്നതും കൊലമരം അത് ഒരിക്കൽ മാത്രമേ ഒരാൾക്ക് ചുമക്കാൻ പറ്റൂ. അതായത് അവനെ കുരിശിച്ച് കൊല്ലാൻ വിധിച്ചു കഴിയുമ്പോൾ കുരിശ് തോളെ കൊടുക്കും. യേശുവിനെ കൈക്കൊള്ളുന്ന ഏതൊരാളും ഒരു സാങ്കല്പിക കുരിശ് എൻ്റെ തോളിലുണ്ട്, എന്നെ ഏത് സമയത്തും കുരിശിക്കാം എന്ന് ചിന്തിച്ചോണം എന്ന് പറഞ്ഞാൽ മരണപത്രം എഴുതി ഒപ്പിടുകയാണ്. യേശുവിനായി ജീവിക്കാൻ മാത്രമല്ല മരിക്കാനും ഞാൻ തയ്യാറാണ് എന്ന സമ്മതത്തോടെ വേണം ഒരാൾ എന്ത് ചെയ്യാൻ, യേശുവിനെ കൈക്കൊള്ളാൻ. ഇവിടെ ഭൗതിക നന്മകൾ ഉണ്ടാകാനായിരിക്കരുത്, യേശു ദൈവമാണെന്നുള്ളത് ഏറ്റുപറയുന്നതിനാൽ പിതാവിനെ മഹത്വപ്പെടുത്തുക. അല്ലെങ്കിൽ കൊല്ലുന്നെങ്കിൽ കർത്താവിൻ്റെ അടുത്തേക്ക് പോവുക. ശരീരത്തിന് മാത്രമേ നമുക്കിവിടെ ഒരു നഷ്ടം അല്ലെങ്കിൽ ഒരു വേദന ഉണ്ടാകുകയുള്ളൂ. തീർച്ചയായിട്ടും യേശു പറഞ്ഞു, ദേഹിയെ കൊല്ലുന്നവരെ ഭയപ്പെടേണ്ട, ദേഹത്തെയും ദേഹിയെ കൊന്ന് നരകത്തിൽ തള്ളുന്നവനെ പേടിച്ചാൽ മതി. അപ്പോൾ യേശു ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ച് കഷ്ടം അനുഭവിക്കുവാൻ ഭക്തന്മാരൊക്കെ അങ്ങനെയായിരുന്നല്ലോ. ലോകം അവർക്ക് യോഗ്യമായിരുന്നില്ല. മോശ ദൈവജനത്തോട് കഷ്ടം അനുഭവിക്കുന്നതല്ലേ തിരഞ്ഞെടുത്തത്. ഭക്തിയോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഉപദ്രവം ഉണ്ടാകും എന്നാണ് വേദോത്സവം പറയുന്നത്. അതുകൊണ്ട് ഈ കഷ്ടങ്ങളെ സ്വാഗതം ചെയ്യാൻ, കഷ്ടങ്ങളെ തിരഞ്ഞെടുക്കുവാൻ, കർത്താവിനായി കഷ്ടം അനുഭവിക്കുവാൻ ഉള്ള ഒരു കൃപ, ധൈര്യം ദൈവം നമുക്ക് നൽകട്ടെ. കർത്താവിൻ്റെ വലിയൊരു നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.